ഹലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ആർ യു ആൻ ഇറിറ്റേറ്റിംഗ് പേഴ്സൺ? അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടോ? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതായി സന്തോഷത്തോടെ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ വന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായങ്ങൾ പറയുന്നതല്ല, അഭിപ്രായങ്ങൾ നമുക്ക് പറയാം അല്ലേ? ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊരുമാതിരി നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിലും നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് അതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യാറ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഇങ്ങനെ ചെയ്യണം, അത് അവിടെ കളയരുത്, ഇത് ഇവിടെ കളയണം, അവിടെ വെക്കണം, ഇവിടെ വെക്കണം എന്നൊക്കെ നമ്മളടുത്ത് പറയാണ്. എത്രമാത്രം അരോചകമാണല്ലേ കേൾക്കുമ്പോൾ തന്നെ. ശരിക്കും നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോവും. അത്തരക്കാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതെ, അത്തരക്കാരുണ്ടെങ്കിലേ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കൊരിക്കലും അവരുടെ കൂടെ ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടോ എന്ന്? അതെ, അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ആ സ്വഭാവത്തിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്താം. പതിയെ 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 നമ്മൾ ആലോചിച്ച് നോക്കുക. ആ സ്ഥാനത്ത് നമ്മൾ നമ്മളാണെങ്കിലോ നമുക്ക് എത്രമാത്രം അസ്വസ്ഥമാകുമല്ലേ മനസ്സ്. അതുകൊണ്ടേ നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതൊരുമാതിരി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യുക.